ഈ സമരരംഗത്ത് BJP-ക്കാർ വരുന്നു, അതൊരു പ്രശ്നമാണ്. അതിനെതിരെ SUCA-ക്കാർ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. അത് ഉന്നയിക്കാവുന്ന ഒരു വാലിഡായിട്ടുള്ള രാഷ്ട്രീയ പോയിൻ്റാണ്. കാരണം SUCA ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവർ സമരം ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ്റിനെതിരെയാണ് എങ്കിൽ അപ്പോൾ പിണറായി വിജയൻ ആണ് അവർ ഉന്നയിക്കുന്ന ഡിമാൻഡ് കേൾക്കേണ്ടത്. അവരുന്നയിക്കുന്ന ഡിമാൻഡ് എന്താണ്? ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. ഓണറേറിയം നൽകുന്നതാരാണ്? അത് സംസ്ഥാന സർക്കാരാണ്. കേന്ദ്ര സർക്കാർ ഇതിലെന്താണ് ചെയ്യുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയുടെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായി ആശമാർ പ്രവർത്തിക്കുമ്പോൾ അതിനുള്ള ഇൻസെൻറ്റീവ് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന അവരുടെ ഡിമാൻഡ് കേൾക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അവരോടാണ് സംസാരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഈ സമരക്കാരെ വിളിച്ചിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ടോ? നമ്മൾ ഇതിനു മുമ്പും സർക്കാരുകൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഇതിനു മുമ്പ് എൻഡോസൾഫാൻ ഇരകളുടെ സമരം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് സെക്രട്ടറിയേറ്റിന് മുമ്പിൽ ഇതുപോലെ ദിവസങ്ങളോളം തന്നെ സമരം കണ്ടു. വലിയ തോതിലുള്ള സാമൂഹിക സമ്മർദ്ദത്തെ തുടർന്ന് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കെ, ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരിക്കെ VM സുധീരൻ അവിടെ സമരപന്തലിൽ പോയി. നമ്മൾ ഓർമ്മയുണ്ടാവും. അവിടെ പോയി VM സുധീരൻ്റെ കൂടി സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഉമ്മൻചാണ്ടി അവരെ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ആ സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ എത്രയോ സമരങ്ങൾ. പെമ്പിള ഒരുമൈ സമരം ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാണ്. അവിടെ VS അച്യുതാനന്ദൻ പോയ സമരത്തിൽ. ആ സമരത്തിൽ VS അച്യുതാനന്ദൻ പങ്കെടുക്കുമ്പോൾ തന്നെ MM മണി അവിടെ നിന്നിട്ട് ആ സമരത്തെ പുച്ഛിക്കുകയായിരുന്നു. ഓർക്കുന്നുണ്ടാവും. മറ്റേ പണിക്ക്. അപ്പോൾ അവരുടെ മുദ്രാവാക്യം എന്തായിരുന്നു? അതായത് ഞങ്ങൾക്ക് കൂലിയില്ല, ഞങ്ങൾ മൃഗസമാനമായി തോട്ടം തൊഴിലാളികൾ ജീവിക്കുകയാണെന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അവസാനം ഉമ്മൻചാണ്ടി ആ സമരം കേൾക്കുകയും തൊട്ടടുത്ത ക്യാബിനറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യുകയും അവരുടെ വേതനം ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഒരു സമരക്കാരെ കേൾക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ ജനാധിപത്യ മര്യാദയാണ്. ഇവിടെ അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ അവർ ദിവസങ്ങളായി സമരം ചെയ്തുകൊണ്ടിരിക്കെ അവരെ CPM നേതാക്കളും CIT നേതാക്കളും നിരന്തരം അധിക്ഷേപിക്കുമ്പോൾ അവരുടെ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് BJP നേതാക്കൾ വരുമ്പോൾ ഇവിടെ വരരുത്, നിങ്ങൾ ഇറങ്ങിപ്പോകണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി ഒരു സമരത്തിൽ, ഒരു ജനകീയ സമരത്തിൽ BJP-ക്കാരോടൊപ്പം വേദി പങ്കിടുക അല്ലെങ്കിൽ അവരെ കൂടെ ഇരുത്തുക എന്നുള്ളത് വലിയ പ്രശ്നമാണെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് മറന്നു പോകരുത്. ആറന്മുള സമരം നമ്മൾ ഓർക്കണം. ആറന്മുള സമരത്തിൻ്റെ സമരസമിതി നേതാക്കളായിരുന്നു സുഗതകുമാരിയായിരുന്നു, മറ്റൊന്ന് കുമ്മനം രാജശേഖരനായിരുന്നു. ആ സമരത്തിലുണ്ടായിരുന്ന പത്തനംതിട്ട ജില്ലയിലെ BJP നേതാക്കളാണ്. അവിടെ VS അച്യുതാനന്ദൻ പോയിട്ടില്ലേ? VM സുധീരൻ പോയിട്ടില്ലേ? MA ബേബി പോയിട്ടില്ലേ? ആ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലേ? ആറന്മുള സമരം ആർക്കെതിരെയായിരുന്നു? അത് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയായിരുന്നു. അപ്പോൾ ഒരു ജനകീയ സമരത്തിൽ BJP നേതാക്കൾ പങ്കെടുത്തു പോയി. ഇനി അവർ ബാക്കി അതിന് മറുപടി പറഞ്ഞിട്ട് ഇനി നിങ്ങൾ ഡിമാൻഡിനെ പറ്റി സംസാരിച്ചാൽ മതി എന്നൊരു ധാർഷ്ട്യമുണ്ടല്ലോ. ആ ധാർഷ്ട്യം ജനാധിപത്യപരമല്ല, അത് തിരുത്തപ്പെടേണ്ടതാണ്. പക്ഷേ SUCA ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അവർ SUCA ബാനറിലാണ് സമരം ചെയ്യുന്നതെങ്കിൽ, ഇത് ആ ബാനറിലല്ല, ഒരു ട്രേഡ് യൂണിയൻ്റെ ബാനറിലാണ് സമരം ചെയ്യുന്നതെങ്കിൽ BJP സർക്കാരിനോടും BJP ആശാവർക്കന്മാരോട് കാണിക്കുന്ന സമീപനത്തെക്കുറിച്ചും അവർക്കൊരു നിലപാടുണ്ടാവണം. അത് തുറന്നു പറയാൻ അവർ തയ്യാറാവുക കൂടി വേണം.